This call is now being recorded. And we have discussed about critically damped equations also. Okay. Important relations എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞു തന്നിരുന്നു. Okay, now we were discussing about the topics related to forced damped vibrations. ഈ കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഐ ഹോപ്പ് യു റിമെമ്പർ. ഓർമ്മയുണ്ടോ? Yes, sir. Okay. Okay. So forced damped vibration case. Oh shit. ഓക്കെ, ഫോഴ്സ് ഡാംപർ വൈബ്രേഷൻ്റെ കേസിൽ ഫിഗർ എങ്ങനെയാണ് വരുന്നതെന്നുള്ളത് ഞാൻ കാണിച്ചു അല്ലേ? അതിൻ്റെ ഇടയിൽ ഒന്ന് മാർക്ക് നോക്കണ്ട, ഞാനൊന്ന് എഡിറ്റ് ചെയ്യാൻ നോക്കിയതാണ്, നടന്നിട്ടില്ല. കുഴപ്പമില്ല, എന്തെങ്കിലും അണ്ടർലൈൻ ചെയ്യണമെങ്കിലോ എന്ന് വിചാരിച്ചിട്ട്. സോ ദിസ് ഫിഗർ ഐ ഹാവ് drawn that day and we have discussed about the figure. See, damped vibration so definitely our basic mathematical model will be a spring, mass and a damper system. അതിൽ ഡൗട്ട് ഒന്നുമില്ല. സോ ഡിഫറെൻറ്റ് പൊസിഷൻസ് എന്താണെന്ന് പറഞ്ഞു. നൗ ഈ ഫോഴ്സ്ഡ് ഡാമിൻ്റെ കേസിൽ വാട്ട് വി ആർ ഹാവിങ് ഈസ് വി ആർ ഗിവിങ് ആൻ അഡീഷണൽ ഫോഴ്സ് ടു ദ മാസ്. മാസിൻ്റെ മേലേക്ക് ഒരു അഡീഷണൽ ഫോഴ്സ് കൊടുക്കും. ആ അഡീഷണൽ ഫോഴ്സ് കൊടുക്കുന്ന ആ അപ്ലൈഡ് ഫോഴ്സിനെയാണ് നമ്മൾ F=F0 cos omega t എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇതും ലാസ്റ്റ് ഡേ ഡിസ്കസ് ചെയ്തതല്ലേ, ഓർമ്മയില്ലേ? Yes, sir. Yes. So അതിൽ സി നോക്ക്. Now in the case of a forced damped vibration, just think about the forces that are acting on the mass. ഒന്ന് എക്സ്റ്റേണൽ ഓസിലേറ്റിംഗ് ഫോഴ്സ് F=F0 cos omega t. സി എഫ് എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ ഫോഴ്സ് ആണ്. അതിനെ മാത്തമാറ്റിക്കലി വി ആർ റെപ്രസെൻറ്റിംഗ് ആസ് F0 cos omega t. സി കോസ് ഫംഗ്ഷൻ അവിടെ ഉണ്ട്. ദാറ്റ് റെപ്രസെൻറ്റ്സ് ദാറ്റ് ഇറ്റ് ഈസ് ആൻ ഓസിലേറ്റിംഗ് ഓർ എ പീരിയോഡിക് ഫോഴ്സ്. കാരണം we have to impart vibrations അല്ലേ? So vibrations are basically periodic motions. So F0 cos omega t F0 എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ദ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ ഫോഴ്സ്. മാക്സിമം ഒരു മീൻ പൊസിഷൻ ആ ഓസിലേറ്റിംഗ് ഫോഴ്സിന് എത്ര ആംപ്ലിറ്റ്യൂഡ് അറ്റൈൻ ചെയ്യാം, അതാണ് F0. ആൻഡ് cos omega t defines its periodicity. That is one external force. Second one, inertia force. Inertia force is due to the oscillating അല്ലെങ്കിൽ എന്താ vibrating mass. അത് mx ഡബിൾ ഡോട്ട് ആണ്. ഇറ്റ് ഈസ് ആക്ടിങ് അപ്വേർഡ്സ്. ബട്ട് ഇൻ ദ കേസ് ഓഫ് എക്സ്റ്റേണൽ ഫോഴ്സ് വി ആർ അപ്ലൈങ് ദാറ്റ് വൺ ഡൗൺവേർഡ്സ്. ഈ ആ ഫിഗർ നോക്ക്, F0 താഴേക്കാണ് കൊടുത്തിട്ടുള്ളത്, ബാക്കി ഇനേർഷ്യ ഫോഴ്സ് മുകളിലേക്ക് വരും. പിന്നെയുള്ള ഡാമ്പിംഗ് ഫോഴ്സ് ആണ് Cx ഡോട്ട് ബൈ വെർച്യൂ ഓഫ് ഇറ്റ്സ് വെലോസിറ്റി, അതും മുകളിലേക്കാണ്. പിന്നെ സ്പ്രിംഗ് ഫോഴ്സ് ഉണ്ട് Kx, ദാറ്റ് ഓൾസോ അപ്വേർഡ്സ് ആണ്. നൗ at equilibrium condition we can define the motion of this particular vibrating system by writing the governing equation as mx double dot plus cx dot plus kx equal to F0 cos omega t. Let that be equation number 1. ഇത് നമ്മളന്ന് ഡിസ്കസ് ചെയ്തല്ലേ? അല്ലേ? ഓക്കെ, ഫൈൻ. സി ഏതെങ്കിലും പോയിന്റിൽ നിങ്ങൾക്ക് കാര്യമായിട്ട് ഇത് നിങ്ങൾക്ക് ഓൾറെഡി ഞാൻ ലിൻവേസിൽ നോട്ട്സ് ഇട്ടിട്ടുണ്ട്. അതല്ലാതെ സ്പെസിഫിക് ആയിട്ട് വൈബ്രേഷൻ 5th and 6th മൊഡ്യൂൾസ് സെപ്പറേറ്റ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ക്ലാസ് എടുത്ത സെയിം കണ്ടന്റ് ഇപ്പം ഇതുപോലെ ഇത് ആ സമയത്ത് പ്രിപ്പയർ ചെയ്ത നോട്ട്സാണ്. അപ്പോൾ ഇത് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് തരും. നിങ്ങൾക്ക് രണ്ടും റെഫർ ചെയ്ത് പഠിക്കാം. ദിസ് ഈസ്, അതായത് വാട്ട് ഐ എം ഷോയിങ് യു നൗ ഈസ് ദ നോട്ട്സ് വിച്ച് ആർ എക്സാക്ട് കറസ്പോണ്ടിങ് ടു ദ ക്ലാസ്സസ് ദാറ്റ് വി ആർ ടേക്കിംഗ്. ബട്ട് ഞാൻ ഇംഗ്ലീഷിൽ ഇട്ടതിൽ കുറേ തിയറി കണ്ടന്റും കൂടിയുണ്ട്. നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാനുള്ള കുറേ തിയറി കണ്ടന്റും കൂടി അതിലുണ്ട്. ഓക്കെ, സോ ഇക്വേഷൻ നമ്പർ 1 represents the governing equation related to a forced damped case. ഇതുവരെ നമ്മൾ പഠിച്ചത് അതേ ഗവേണിംഗ് ഇക്വേഷൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡ് 0 ആയിട്ടാണ്. ബട്ട് ഈ കേസിൽ എക്സ്റ്റേണൽ ഫോഴ്സ് വരുന്നതുകൊണ്ട് ഇറ്റ് ഈസ് ഫോഴ്സ്ഡ് വൈബ്രേഷൻ, അതുകൊണ്ട് റൈറ്റ് ഹാൻഡ് സൈഡിലൊരു കണ്ടന്റ് വരും. നൗ ദ ജനറൽ സൊല്യൂഷൻ ക്യാൻ ബി റിട്ടൺ ആസ്, ഇതിൻ്റെ ഒരു ജനറൽ സൊല്യൂഷൻ നമ്മൾ എങ്ങനെ എഴുതാം? x ഈസ് ഈക്വൽ ടു x1 പ്ലസ് x2. ഇവിടെയാണ് പണ്ട്
ഡിഫറൻഷ്യൽ ഇക്വേഷൻസിൽ നമ്മൾ പഠിച്ച 2 parts of the solution വരുന്നത്. ഫസ്റ്റ് വൺ ഈസ് കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ, സെക്കൻഡ് വൺ ഈസ് പെർട്ടിക്കുലർ ഇൻ്റഗ്രൽ. See, what is x1? Complementary function, you all know that whenever a differential equation is equated to 0, അതിൻ്റെ സൊല്യൂഷനെയാണ് കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അതായത് ലുക്ക് അറ്റ് ദി ഇക്വേഷൻ നമ്പർ 1. ഇഫ് ദ റൈറ്റ് ഹാൻഡ് സൈഡ് വാസ് ഈക്വൽ ടു 0, when we solve that equation, what you obtain as a solution, that is basically the complementary function. But in this case, in the forced damped case, right hand side we are not obtaining as a 0 value. It's not equivalent to 0 because an applied force ഉണ്ട്. Hence we have to add an additional term to the solution, which is the second part or the particular integral. x is equal to x1 plus x2 എന്നുള്ളത് ഞാൻ അസ്യൂം ചെയ്യുന്നതാണ്. കാരണം സൊല്യൂഷന് 2 പാർട്ട് ഉണ്ട്. അതിൽ ഒന്നിന് x1 എന്നും ഒന്നിന് x2 എന്നും കൊടുക്കുന്നു. ഫസ്റ്റ് പാർട്ട് കോംപ്ലിമെൻ്ററി ഫംഗ്ഷനും രണ്ടാമത്തെ പർട്ടിക്കുലർ ഇൻ്റഗ്രൽ. സോ കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ എന്താണ്, അല്ലെങ്കിൽ വാട്ട് ഈസ് ദ കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ പാർട്ട് ഓഫ് ദ സൊല്യൂഷൻ എന്ന് ചോദിച്ചാൽ അതിൻ്റെ ആൻസർ ഇത്രയേ ഉള്ളൂ. വാട്ട് എവർ വി ഹാവ് സ്റ്റഡീഡ് ഇൻ ദ ഫ്രീ ഡാംഡ് കേസ്, അതാണ് അതിൻ്റെ സൊല്യൂഷൻ. കാരണം ഫ്രീ ഡാംഡ് വൈബ്രേഷൻസിൽ നമ്മുടെ ഗവേണിംഗ് ഇക്വേഷൻ എന്തായിരുന്നു? mx ഡബിൾ ഡോട്ട് പ്ലസ് cx ഡോട്ട് പ്ലസ് kx ഈക്വൽ ടു 0 ആയിരുന്നു. അതിൻ്റെ സൊല്യൂഷൻ നമ്മൾ എന്താണോ കണ്ടുപിടിച്ചത് അതാണ് കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? So we don't have to solve anything additional to that. The only thing left out for this part is finding out the particular integral. നോക്കൂ, particular integral എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. See, complementary function is the solution of the auxiliary equation mx dot double dot plus cx dot plus kx equal to 0. അതിന് നമ്മൾ auxiliary equation. This equation has already been solved in the previous topic of damped free vibrations. So we're going to find the solution or find the part of particular integral. Now ഇവിടെ ഈ അതായത് പർട്ടിക്കുലർ ഇൻ്റഗ്രൽ കണ്ടുപിടിക്കേണ്ട ആവശ്യമുണ്ട്. കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ അല്ലെങ്കിൽ ആ സൊല്യൂഷൻ്റെ ഒരു ഭാഗം x1 ആയിട്ട് നമ്മൾ എടുക്കാൻ പോകുന്നത്, നമ്മൾ പ്രീവിയസ് കേസിലെ അണ്ടർ ഡാംഡ് കേസിൽ നമ്മളൊരു സൊല്യൂഷൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. അണ്ടർ ഡാംഡ് കേസിലെ നോട്ട്സ് നിങ്ങളൊന്ന് റെഫർ ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. ക്യാപിറ്റൽ എക്സ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് zeta ഒമേഗ ഇൻ ടി സൈൻ ഒമേഗ ഡി ടി പ്ലസ് 5 ഒമേഗ ഡി ടി. അതിൽ ഒമേഗ ഡി എന്തായിരുന്നു? ദ നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ഡാംഡ് വൈബ്രേഷൻ ആണ്. ഒമേഗ ഡി ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ നമുക്കുണ്ട് സെപ്പറേറ്റ്. ഓർമ്മയുണ്ട് ഈ ഇക്വേഷൻ? 3 കേസ് പഠിച്ചിരുന്നു: ഓവർ ഡാംഡ്, അണ്ടർ ഡാംഡ്, ക്രിട്ടിക്കൽ ഡാംഡ്. അതിൽ അണ്ടർ ഡാംഡിലെ കേസിൽ വരുന്ന സൊല്യൂഷനാണ് ഇത്, അല്ലേ? സോ ഇവിടെ അതായത് ഫോഴ്സ്ഡ് ഡാംഡ് കേസിലെ അൾട്ടിമേറ്റ് സൊല്യൂഷൻ x ഈസ് ഈക്വൽ ടു x1 പ്ലസ് x2 ആണ്. അതിൽ x1 എന്ന കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ ആ പാർട്ട് നമ്മൾ ഈ ഇക്വേഷൻ ആയിട്ട് അങ്ങ് എടുക്കും. ഈ ഇക്വേഷൻ എവിടെ നിന്ന് കിട്ടുന്നത്? പ്രീവിയസ് ഫ്രീ ഡാംഡ് കേസിലെ സൊല്യൂഷനാണ് ഇത്. അണ്ടർ ഡാംഡിൻ്റെ സൊല്യൂഷനാണ് ഇത്. ക്ലിയർ ആണോ ഇത്? ഇതിനെപ്പറ്റി നമ്മൾ ഡിറൈവ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഓൾറെഡി പഴയ കേസിൽ കംപ്ലീറ്റ് ഡെറിവേഷൻ ചെയ്തതാണ്. ഇത് ക്ലിയർ അല്ലേ എഴുതിയത്? Yes, sir. Okay, fine. Now see, for the particular integral part, let us simply assume ഒരു ജനറൽ ഫോർമാറ്റ് നമ്മൾ അസ്യൂം ചെയ്യുന്നു. എല്ലാ ഫോർമാറ്റിലും ഞാൻ സൈൻ ഓർ കോസ് ടേംസ് ഇൻക്ലൂഡ് ചെയ്യും. റീസൺ, വി ആർ ഡിസ്കസിങ് അബൌട്ട് വൈബ്രേഷൻസ്. വൈബ്രേഷൻസ് ആർ ബേസിക്കലി പീരിയോഡിക് മോഷൻസ്. സോ എക്സ് ഈസ് ഈക്വൽ ടു x1 പ്ലസ് x2 എന്നതിലെ x2 പാർട്ട്, വിച്ച് ഈസ് ദ പർട്ടിക്കുലർ ഇൻ്റർവൽ ഓർ പി ഐ am going to assume a general format to it as b1 sin omega t plus b2 cos omega t. സൈനും കോസും കൂടിയിട്ടുള്ളൊരു ടേം. b1 and b2 ആ സെപ്പറേറ്റ് ഫംഗ്ഷൻ്റെ ആംപ്ലിറ്റ്യൂഡ്സ് ആണെന്ന് വിചാരിക്കുക. ഈ x2 എന്ന് കിട്ടി. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? വി ഹാവ് ടു സബ്സ്റ്റിറ്റ്യൂട്ട് ദിസ് x2 ഇൻ ദ ഗവേണിംഗ് ഇക്വേഷൻ. mx ഡബിൾ ഡോട്ട് പ്ലസ് cx ഡോട്ട് പ്ലസ് kx ഈക്വൽ ടു f എന്ന ഗവേണിംഗ് ഇക്വേഷനിൽ വി ഹാവ് ടു സബ്സ്റ്റിറ്റ്യൂട്ട് ദ സൊല്യൂഷൻ ഓഫ് x2 in order to find the values. സോ ആ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നത്? x2 എന്നത് ഞാനൊരു ജനറൽ ഫോർമാറ്റ് അസ്യൂം ചെയ്തു. അതിൽ ടു സോൾവ് ദ ഗവേണിംഗ് ഇക്വേഷൻ ഐ എം ഗോയിങ് ടു ഡിഫറൻഷിയേറ്റ് ദിസ് വൺ. കാരണം mx ഡബിൾ ഡോട്ടിൽ x ഡബിൾ ഡോട്ട് ഉണ്ട്, അത് d2 x ബൈ dt സ്ക്വയർ ആണ്. പ്ലസ് cx ഡോട്ട് ഉണ്ട്, x ഡോട്ട് എന്ന് പറഞ്ഞാൽ എന്താ? dx ബൈ dt ആണ്. സോ ഇവിടെ x ഈക്വൽ ടു x2 ആയിട്ട് നമ്മൾ ഈ ഫോർമാറ്റിൽ എടുത്തുകൊണ്ട് dx ബൈ dt എന്താ വരുമോ? അതിനെ 1 ടൈം ഡിഫറൻഷിയേറ്റ് ചെയ്യാം. സൈൻ ഒമേഗ ടീൻ്റെ അടുത്ത് കോസ് ഒമേഗ ടി വരും, അതിൻ്റെ കൂടെ ഒരു ഒമേഗയും കൂടി ഉണ്ടാവും. സോ അതാണ് b1 ഒമേഗ കോസ് ഒമേഗ ടി മൈനസ് കോസ് ഒമേഗ ടീൻ്റെത് മൈനസ് സൈൻ ഒമേഗ ടി. അതുകൊണ്ടാണ് പ്ലസ് b2 എന്നുള്ളത് മൈനസ് b2 ആയത്.
എഗെയിൻ ഒരു ഒമേഗ ഉണ്ട്, ആ ഒമേഗയും കൂടി വരും. സോ മൈനസ് ബി ടു ഒമേഗ സൈൻ ഒമേഗ ടി, ദാറ്റ് ഈസ് എക്സ് ഡോട്ട്. ഇഫ് യു ഡിഫറൻഷിയേറ്റ് ഇറ്റ് വൺസ് അഗെയിൻ യു വിൽ ഗെറ്റ് എക്സ് ഡബിൾ ഡോട്ട്. അതെങ്ങനെയാണ്? സി സെക്കൻഡ് ഇക്വേഷൻ നോക്ക്, ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ മൈനസ് ബി വൺ ഒമേഗ സ്ക്വയർ സൈൻ ഒമേഗ ടി. മൈനസ് വന്നത് കോസ് ആയതുകൊണ്ട് മൈനസ് സൈൻ ആവും. വീണ്ടും ഒരു ഒമേഗയുണ്ട്, ആ ഒമേഗയും ഓൾറെഡി ഉള്ള ഒമേഗയും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഒമേഗ സ്ക്വയർ ആവും. ആ എഴുതിയതെല്ലാം ക്ലിയർ അല്ലേ? സിമ്പിൾ ഡിഫറൻസിയേഷൻ ആണ് അതിൽ. ഡൗട്ട് ഉണ്ടായില്ല? Okay. Now substituting these two values x dot and x double dot in equation 1. What was our equation 1? See, this was our equation 1. ഈ ഇക്വേഷൻ 1ലേക്ക് ഇപ്പോൾ കിട്ടിയ എക്സ് ഡോട്ടും എക്സ് ഡബിൾ ഡോട്ടും കൂടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതാണ്. ഓക്കെ, വാട്ട് വിൽ ബി ഒബ്റ്റെയിൻ? സി, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ. എം ഇൻറ്റു എക്സ് ഡബിൾ ഡോട്ടിനടുത്ത് സി ആ രണ്ടാമത്തെ വാല്യൂ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, പ്ലസ് സി ഇൻറ്റു ആ ഒന്നാമത്തെ വാല്യൂ എക്സ് ഡോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, പ്ലസ് കെ ഇൻറ്റു വെറും എക്സ്. എക്സ് എന്ന് പറഞ്ഞാൽ ബി വൺ സൈൻ ഒമേഗ ടി പ്ലസ് ബി ടു കോസ് ഒമേഗ ടി. ഇത്രയും ക്ലിയർ ആയോ? Yes, sir. ഓക്കെ, ഈസ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡിൽ എഫ് നോട്ട് കോസ് ഒമേഗ ടി ഉണ്ട്, കാരണം ഇത് ഡാംഡ് കേസാണ്. ഇനി ഈ ഇക്വേഷനിൽ ഐ എം ഗോയിങ് ടു കമ്പൈൻ ദ ടേംസ് ഓഫ് സൈൻ ഒമേഗ ടി ഓൾ ടുഗെദർ ആൻഡ് കോസ് ഒമേഗ ടി ഓൾ ടുഗെദർ. ഈ വാല്യൂസ് കമ്പൈൻ ചെയ്യും. സി, എം ഇൻറ്റു എന്ന് പറഞ്ഞ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ഒരു സൈൻ ഒമേഗ ടി ഉണ്ട്, സി ഇൻറ്റു എന്ന് പറഞ്ഞ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ഒരു സൈൻ ഒമേഗ ടി ഉണ്ട്, കെ ഇൻറ്റു എന്ന് പറഞ്ഞ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ സൈൻ ഒമേഗ ടി ഉണ്ട്. അതെല്ലാം കൂടി ഒരുമിച്ചാക്കിയാൽ ഇങ്ങനെ ഉണ്ടാവും. മൈനസ് എം ബി വൺ ഒമേഗ സ്ക്വയർ, അത് ഫസ്റ്റ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കിട്ടുന്നത്. രണ്ടാമത്തെ ബ്രാക്കറ്റിലോ സി ഇൻറ്റു മൈനസ് ബി ടു ഒമേഗ സൈൻ ഒമേഗ ടി. സോ അതിൽ മൈനസ് ഓഫ് സി ഒമേഗ ബി ടു കിട്ടും. മൂന്നാമത്തെ ബ്രാക്കറ്റ് വിളിച്ചാൽ എന്ത് കിട്ടും? കെ ഇൻറ്റു ബി വൺ കിട്ടും സൈൻ ഒമേഗ ടി. ഇനി കോസ് ഒമേഗ ടീൻ്റെ വാല്യൂസ് നോക്ക്. ഫസ്റ്റ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ എം ഇൻറ്റു ബി ടു ഒമേഗ സ്ക്വയർ കിട്ടും, അത് മൈനസ് ആണ്. രണ്ടാമത്തതോ പ്ലസ് ആണ്, സി ഇൻറ്റു ബി വൺ ഒമേഗ കിട്ടും. മൂന്നാമത്തതോ കെ ഇൻറ്റു ബി ടു കിട്ടും, ഈക്വൽ ടു എഫ് നോട്ട് കോസ് ഒമേഗ ടി. അത് ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി ഇവിടെ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്? ഈ ഇക്വേഷൻ നമുക്ക് കിട്ടി. ഈ ഇക്വേഷൻ കിട്ടിയതിൽ ഒന്നും കൂടി ഞാൻ ഒന്ന് റീഅറേഞ്ച് ചെയ്യുന്നു. ബി വൺ കോമൺ ആയിട്ട് എടുക്കുന്നു സൈൻ ഒമേഗ ടിൻ്റെ ഉള്ളിൽ, സിമിലർലി ബി ടു, അതായത് ബി വണ്ണിൻ്റെ ടേംസും ബി ടുൻ്റെ ടേംസും സൈൻ ഒമേഗ ടിൻ്റെ കൂടെ ഒരുമിച്ച്, ബി വണ്ണിൻ്റെ ടേംസും ബി ടുൻ്റെ ടേംസും കോസ് ഒമേഗ ടിൻ്റെ കൂടെ ഒരുമിച്ച്. സോ റീഅറേഞ്ച് ചെയ്തിട്ടാകുമ്പോൾ ഈ ഇക്വേഷൻ ഇങ്ങനെ വരും. സി, ബി വൺ ഉള്ള രണ്ട് ടേം ഒരുമിച്ചെടുത്ത് കെ മൈനസ് എം ഒമേഗ സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, കൃത്യമായിട്ട് ശ്രദ്ധിക്കണേ, അത് ജസ്റ്റ് റീഅറേഞ്ച് ചെയ്യുന്നതാണ്. ഫസ്റ്റ് ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ മൈനസ് എം ബി വൺ ഒമേഗ സ്ക്വയറും ഉണ്ട്, പിന്നെ തേർഡ് ടേം അതിൽ കെ ബി വൺ ഉണ്ട്. രണ്ടിലും ബി വൺ ഉണ്ട്, ബി വൺ കോമൺ എടുക്കും. പിന്നെ ബാക്കിയിൽ എന്താ? മൈനസ് സി ഒമേഗ ബി ടു ഉണ്ട്, അത് മൾട്ടിപ്ലൈഡ് ബൈ ബ്രാക്കറ്റിൻ്റെ പുറത്തുള്ള സൈൻ ഒമേഗ ടി പ്ലസ് രണ്ടാമത്തെ ടേം നോക്ക്. അതിൽ നിന്നും ബി വൺ ഒറ്റ ടേം വേണം, പക്ഷേ രണ്ട് ബി ടു ടേം ഉണ്ട്, അതും കോമൺ എടുത്തു. ഈക്വൽ ടു നൗ റൈറ്റ് ഹാൻഡ് സൈഡിൽ ഞാൻ ചെറിയൊരു വ്യത്യാസം വരുത്തി. സി, ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള എന്താ? സം ടേം മൾട്ടിപ്ലൈഡ് ബൈ സൈൻ ഒമേഗ ടി പ്ലസ് സം അതർ ടേം മൾട്ടിപ്ലൈഡ് ബൈ കോസ് ഒമേഗ ടി. സോ അതേ ഫോർമാറ്റിൽ ഞാൻ റൈറ്റ് സൈഡിലും കൊണ്ടുവരുന്നു. അതായത് എഫ് നോട്ട് ഇൻറ്റു കോസ് ഒമേഗ ടി, സം ടേം മൾട്ടിപ്ലൈഡ് ബൈ കോസ് ഒമേഗ ടി ഉണ്ട്, ബട്ട് സൈൻ ഒമേഗ ടി ഇല്ല. അതുകൊണ്ട് ഞാൻ സീറോ സൈൻ ഒമേഗ ടി എന്ന് എഴുതുന്നു. ക്ലിയർ ആണോ? ജസ്റ്റ് രണ്ട് ഭാഗം ഒരേപോലെ ആക്കാൻ വേണ്ടി. ഓക്കെ, is that clear? Yes, sir. See, comparing the coefficients of sin omega t and cos omega t on the LHS and RHS of the above equation. above equation LHS RHS sin omega t cos omega t compare ചെയ്യുന്നു. sin omega t നോക്കി LHS ഉള്ളത്, അതിന്റെ കോഎഫിഷ്യൻസ് നോക്കിയാട്ടെ. k മൈനസ് എം ഒമേഗ സ്ക്വയർ ബി വൺ 1 മൈനസ് സി ഒമേഗ ബി ടു ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡിൽ ആർ എച്ച് എസിൽ സൈൻ ഒമേഗ ടിൻ്റെ കൂടെയുള്ള എന്താ? 0 ആണ്. സോ ഈക്വൽ ടു 0, ഇക്വേഷൻ നമ്പർ 1 കിട്ടി. സെക്കൻഡ് ഇക്വേഷൻ നോക്ക്. കോസ് ഒമേഗ ടിൻ്റെ കൂടെ എൽ എച്ച് എസിലുള്ള എന്തൊക്കെയാണ്? സി ബി വൺ ഒമേഗ പ്ലസ് കെ മൈനസ് എം ഒമേഗ സ്ക്വയർ ഇൻറ്റു ബി ടു. റൈറ്റ് ഹാൻഡ് സൈഡിൽ കോസ് ഒമേഗ ടിൻ്റെ കൂടെ എന്താ ഉള്ളത്? എഫ് നോട്ട്, അത് ഇക്വേഷൻ 2 ആക്കി.
ജസ്റ്റ് കമ്പയർ ചെയ്യുന്നു കോഎഫിഷ്യൻസ്. ആഫ്റ്റർ കമ്പാരിസൺ വി ആർ റീഅറേഞ്ചിങ് ദ ഇക്വേഷൻ നമ്പർ 1. അതായത് B1 ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും B2 ടേം റൈറ്റ് ഹാൻഡ് സൈഡിൽ കൊണ്ടുപോയിട്ട് B2 ഈസ് ഈക്വൽ ടു സം വാല്യൂ ഇൻ ടേംസ് ഓഫ് B1 B2 ഈസ് ഈക്വൽ ടു K മൈനസ് M ഒമേഗ സ്ക്വയർ ബൈ C ഒമേഗ ഇൻറ്റു B1. അത് ഈ ഫസ്റ്റ് ഇക്വേഷൻ നമ്മൾ എഴുതിയത്. ക്ലിയർ ആണോ? ഹൗ വി ഒബ്റ്റെയിൻ ദ വാല്യൂ ഓഫ് B2? ക്ലിയർ ആണോ? ഇനി ഈ കിട്ടിയ B2ന്റെ വാല്യൂ എന്ത് ചെയ്തു? തൊട്ട് മേലെയുള്ള ഇക്വേഷൻ നമ്പർ 2 ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ എന്ത് വരും? B2 is equal to in terms of B1 ആണ് കിട്ടിയത് അല്ലേ? സോ ആ സെക്കൻഡ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ CB1 ഒമേഗ പ്ലസ് B2 K മൈനസ് M ഒമേഗ സ്ക്വയർ ബൈ C ഒമേഗയാണ്. അത് മൾട്ടിപ്ലൈഡ് ബൈ അവിടെ ഉണ്ടായ B1 K മൈനസ് M ഒമേഗ സ്ക്വയർ. രണ്ടിലും B1 അല്ലേ ഉള്ളത്? ഈക്വൽ ടു F0 വരും. ഇനി അതൊന്ന് റീഅറേഞ്ച് ചെയ്താൽ എന്ത് കിട്ടും? അതായത് B2 എന്നുള്ള ടേം പോയി, ഇപ്പം B1 മാത്രമേ ഉള്ളൂ. B1 ഇൻറ്റു സം ടേം ഈസ് ഈക്വൽ ടു C ഒമേഗ ഇൻറ്റു F0 കിട്ടും. ആ C ഒമേഗ ഇൻറ്റു F0 കിട്ടുന്ന വരുന്നത് സബ്സ്റ്റിറ്റ്യൂട്ടിങ് ദ എബോവ് ഇൻ ഇക്വേഷൻ നമ്പർ 2 എന്ന് പറഞ്ഞ ഹെഡിങ്ങിൻ്റെ താഴത്തെ ടേം നോക്കും. അതിൽ ഒന്ന് CB1 ഒമേഗയും മറ്റേത് സംതിങ് ഡിവൈഡഡ് ബൈ C ഒമേഗയാണ്. ഞാൻ ടോട്ടൽ അതായത് LHSനെയും RHSനെയും മൊത്തം C ഒമേഗനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ ഫസ്റ്റ് ടേം എന്താവും? C സ്ക്വയർ ഒമേഗ സ്ക്വയർ B1 കിട്ടും. പ്ലസ് രണ്ടാമത്തെ ടേമിലോ സീനെ ഒമേഗനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഡിനോമിനേറ്റർ ന്യൂമറേറ്റർ ക്യാൻസൽ ചെയ്ത് പോകും. ആ ന്യൂമറേറ്റർ ലെഫ്റ്റ് ഔട്ട് സാധനം മാത്രം വരും അല്ലേ? K മൈനസ് M ഒമേഗ സ്ക്വയർ ഇൻറ്റു K മൈനസ് M ഒമേഗ സ്ക്വയർ, അത് K മൈനസ് M ഒമേഗ സ്ക്വയർ ഹോൾ സ്ക്വയറാണ്. ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡിൽ എന്താവും? F0 മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ത്രൂ ഔട്ട് ഇക്വേഷൻ C ഒമേഗനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട് ഒരു C ഒമേഗയും കൂടി വരും. സോ നൗ B1 ഇൻറ്റു സം ടേം ഈക്വൽ ടു C ഒമേഗ ഇൻറ്റു F0 കിട്ടും. Finally, we have our value for B1 also. B1 is equal to C omega F0 divided by C square omega square plus K minus M omega square whole square. B1 കിട്ടിയത് മനസ്സിലായോ? ജസ്റ്റ് റീഅറേഞ്ച് ചെയ്ത് റീസബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് മാത്രം ചെയ്തിട്ടുള്ളൂ. Is it clear? Yes, sir. അപ്പോൾ ഇപ്പം നമുക്ക് B1 ഉണ്ട്, വി ഹാവ് B2. ഈ B1 B2 നമുക്ക് എവിടെ നിന്നാണ് വന്നത്? ഈ ഇക്വേഷനിലെ B1 B2 അല്ല ഉള്ളത് അല്ലേ? അപ്പോൾ B1 B2 നമ്മുടെ കയ്യിലുണ്ട്. ഇനി നൗ ജസ്റ്റ് ഒബ്സർവ് വാട്ട് വി ആർ ഗോയിങ് ടു ഡു വിത്ത് ദിസ് B1 ആൻഡ് B2. നൗ നമ്മളുടെ പർട്ടിക്കുലർ ഇൻ്റർവൽ എന്തായിരുന്നു? x2 is equal to B1 sin omega t B2 cos omega t ആയിരുന്നു. B1ൻ്റെ വാല്യൂ നമ്മളെ കയ്യിലുണ്ട്, B2ൻ്റെ വാല്യൂ നമ്മുടെ കയ്യിലുണ്ട്. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് B1 ആൻഡ് B2 ഇൻ ദിസ് ഇക്വേഷൻ. x2 is equal to B1 sin omega t plus B2 cos omega t എവിടുന്ന് കിട്ടിയ? ഇറ്റ് വാസ് ദ വാല്യൂ ഓഫ് പർട്ടിക്കുലർ ഇൻ്റർവൽ ദാറ്റ് വി ഹാവ് അസ്യൂംഡ്. ഓർമ്മയില്ലേ? Yes, sir. സോ B1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഇൻറ്റു സൈൻ ഒമേഗ ടി കിട്ടും. B2ൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഇൻറ്റു കോസ് ഒമേഗ ടി കിട്ടും. ഇതിൽ നിന്ന് എഗെയിൻ റീഅറേഞ്ച്മെൻറ്റ് നടത്തുന്നത്. ഒബ്സർവ് കെയർഫുള്ളി. എന്താ റീഅറേഞ്ച് ചെയ്യുന്നത്? F0 by C square omega square plus K minus M omega square whole square. That is common for both the terms. അത് കോമൺ ആയിട്ട് എടുത്തു. ഇൻറ്റു റിമൈനിങ് എന്താണ്? ഫസ്റ്റ് ടേം സൈൻ ഒമേഗ ടി ഇൻറ്റു സി ഒമേഗ ബാക്കി വരുവാണ്. പ്ലസ് രണ്ടാമത്തേൽ K മൈനസ് M ഒമേഗ സ്ക്വയർ എന്ന ന്യൂമറേറ്ററിലെ ടേം ബാക്കി വരും, മൾട്ടിപ്ലൈഡ് ബൈ കോസ് ഒമേഗ ടി. നോക്ക്, ഇനി വാട്ട് വി ആർ ഗോയിങ് ടു ഡു? വി ആർ ജസ്റ്റ് ഗോയിങ് ടു impart a few changes. Now, why are we incorporating those changes? In order to convert അല്ലെങ്കിൽ ഈ ഒരു ടോട്ടൽ ഇക്വേഷനെ സൈൻ എ സൈൻ ബി പ്ലസ് കോസ് എ കോസ് ബി എന്നുള്ള ഫോർമാറ്റിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. എന്താ ചെയ്യാൻ പോകുന്നത്? വി ആർ ഗോയിങ് ടു സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ സി ഒമേഗ. സി ഒമേഗനെ ക്യാപിറ്റൽ എക്സ് ഇൻറ്റു സൈൻ ഫൈ എന്നും കെ മൈനസ് എം ഒമേഗ സ്ക്വയറിനെ ക്യാപിറ്റൽ എക്സ് ഇൻറ്റു കോസ് ഫൈ എന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകും. ഓക്കെ, സി ഒമേഗ ഈക്വൽ ടു എക്സ് സൈൻ ഫൈ എന്നും കെ മൈനസ് എം ഒമേഗ സ്ക്വയർ എന്നത് എക്സ് കോസ് ഫൈ ആയിട്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകും. നൗ സിംപ്ലി സ്ക്വയർ ദീസ് ടേം, സി ഒമേഗയും കെ മൈനസ് എം ഒമേഗ സ്ക്വയർ രണ്ടും സ്ക്വയർ ചെയ്ത് ആഡ് ചെയ്താൽ എന്ത് വരും? സി ഒമേഗ സ്ക്വയർ പ്ലസ് കെ. ഇത് മറ്റേ ഇക്വേഷനായിട്ട് നോക്കണ്ട, ജസ്റ്റ് ലെറ്റ് എസ് സബ്സ്റ്റിറ്റ്യൂട്ട് എന്ന് മുതൽ നോക്കിയാൽ മതി. സോ സി ഒമേഗ ഹോൾ സ്ക്വയർ പ്ലസ് കെ മൈനസ് എം ഒമേഗ സ്ക്വയർ ഹോൾ സ്ക്വയർ ഈക്വൽ ടു
സി ഒമേഗ എന്തായിരുന്നു എക്സ് സൈൻ ഫൈ. സോ എക്സ് സ്ക്വയർ സൈൻ സ്ക്വയർ ഫൈവ് വരും പ്ലസ് കെ മൈനസ് എം ഒമേഗ സ്ക്വയർ എക്സ് കോസ് ഫൈവ് ആണ്. എക്സ് സ്ക്വയർ കോസ് സ്ക്വയർ ഫൈവ് വരും. സൈൻ സ്ക്വയർ ഫൈവ് പ്ലസ് കോസ് സ്ക്വയർ ഫൈവ് 1 ആണ്. സോ റിമൈനിങ് എന്താ, എക്സ് സ്ക്വയർ മാത്രം വരും. മനസ്സിലാവുന്നുണ്ടോ? എക്സ് സ്ക്വയർ ഇതാണെങ്കിൽ വാട്ട് വിൽ ദ വാല്യൂ ഓഫ് ക്യാപിറ്റൽ എക്സ്? സ്ക്വയർ റൂട്ട് ഓഫ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ വരുന്ന സി ഒമേഗ ഹോൾ സ്ക്വയർ പ്ലസ് കെ മൈനസ് എം ഒമേഗ സ്ക്വയർ ഹോൾ സ്ക്വയർ. എക്സിൻ്റെ വാല്യൂ അത് ഇക്വേഷൻ എ ആയിട്ട് ഞാൻ എടുത്തു. കുറച്ച് ലെങ്തിയാണിത്, ഐ ഡു അഗ്രി ദാറ്റ് വൺ. പക്ഷേ സിംപ്ലസ്റ്റ് ഫോർമാറ്റിലാക്കിയിട്ടാണ് ഞാൻ ഈ എഴുതിയിട്ടുള്ളത്. സെക്ഷൻ ബൈ സെക്ഷൻ നിങ്ങളോട് ഡെറിവേഷൻ എന്ന രീതിയിൽ കംപ്ലീറ്റ് ചോദിക്കുന്നില്ല. ഇതിൻ്റെ എൻഡ് പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടാൻ പോകുന്ന കാര്യമാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. സോ എക്സ് ഈസ് ഈക്വൽ ടു ഇക്വേഷൻ നമ്പർ എ എന്നുള്ളൊരു വാല്യൂ കിട്ടി, ക്യാപിറ്റൽ എക്സ്. ജസ്റ്റ് ഈ സി ഒമേഗ എക്സ് സൈൻ ഫൈയും കെ മൈനസ് എം ഒമേഗ സ്ക്വയർ എക്സ് കോസ് ഫൈവ് ആണ്. സോ നമുക്ക് ടാൻ ഫൈ എന്ന ഒരു ടേം എഴുതണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? ക്യാപിറ്റൽ എക്സ് സൈൻ ഫൈ ബൈ ക്യാപിറ്റൽ എക്സ് കോസ് ഫൈവ്. കാരണം സൈൻ ഫൈവ് ബൈ കോസ് ഫൈവ് ആണ് വരിക. എക്സും എക്സും ക്യാൻസൽ ആയി പോകുമല്ലോ. എക്സ് സൈൻ ഫൈവ് എന്ന് പറഞ്ഞാൽ എന്താണ്? സി ഒമേഗയാണ്. എക്സ് കോസ് ഫൈവ് എന്ന് പറഞ്ഞാൽ എന്താ? കെ മൈനസ് എം ഒമേഗ സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ ഫൈൻ്റെ വാല്യൂ എന്താ? ടാൻ ഇൻവേഴ്സ് ഓഫ് സി ഒമേഗ ബൈ കെ മൈനസ് എം ഒമേഗ സ്ക്വയർ. ഓക്കെ, ഇത്രയും ടെർമിനോളജീസ്, അതായത് ക്യാപിറ്റൽ എക്സ് ഈസ് ഈക്വൽ ടു എന്നൊരു ഇക്വേഷൻ എയും ഫൈ ഈസ് ഈക്വൽ ടു എന്നൊരു ടേം നമുക്ക് കിട്ടിയ എന്താ? നമ്മൾ ജസ്റ്റ് ലെറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് എന്നുള്ള സെൻറ്റൻസിൽ നിന്ന് രണ്ട് ടേമിനാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ആ സബ്സ്റ്റിറ്റ്യൂഷൻസിൽ വരുത്തിയ മാറ്റങ്ങൾ കൊണ്ടാണ് നമുക്ക് ടാൻ ഫൈൻ്റെ വാല്യൂ ക്യാപിറ്റൽ എക്സിൻ്റെ വാല്യൂ കിട്ടിയത്. സ്റ്റിൽ നമ്മളുടെ എക്സ് ടു ഈസ് ഈക്വൽ ടു എഫ് നോട്ട് ബൈ എന്ന് പറഞ്ഞ ഇക്വേഷൻ അവിടെ ബാക്കിയുണ്ട്. യു ഹാവ് ടു ഗെറ്റ് ബാക്ക് ടു ദാറ്റ്. സി നൗ റീറൈറ്റിംഗ് ദി ഇക്വേഷൻ ഫോർ എക്സ് ടു. എക്സ് ടു എന്ന് പറഞ്ഞാൽ പർട്ടിക്കുലർ ഇൻ്റർവൽ ആയിരുന്നു. അതിൽ നമ്മൾ ബി വണ്ണിൻ്റെയും ബി ടുവിൻ്റെയും വാല്യൂ ഇട്ടിട്ടാണ് നമുക്ക് ഈ ഒരു ടേം കിട്ടിയത്, എക്സ് ടു ഈസ് ഈക്വൽ ടു എന്നൊരു ടേം കിട്ടിയത്. അതിൻ്റെ ഇടയിൽ കുറച്ച് സാധനങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടി വന്നു. ആ സബ്സ്റ്റിറ്റ്യൂഷൻസിനെ റീറൈറ്റ് ചെയ്തിട്ട് നമുക്ക് എക്സും ഫൈയും കിട്ടി. ഇനി വീണ്ടും വി ആർ ഗോയിങ് ബാക്ക് ടു എക്സ് ടു. ഇപ്പോൾ കിട്ടിയ ക്യാപിറ്റൽ എക്സും ക്യാപിറ്റൽ ഫൈയും എല്ലാം കൂടി ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ട് നൗ വി ആർ ഗോയിങ് ടു റീറൈറ്റ് ദി ഇക്വേഷൻ ഫോർ എക്സ് ടു. സി എഫ് ടു ഇസ് ഈക്വൽ ടു എഫ് നോട്ട് ബൈ സി സ്ക്വയർ ഒമേഗ സ്ക്വയർ പ്ലസ് കെ മൈനസ് എം ഒമേഗ സ്ക്വയർ ഹോൾ സ്ക്വയർ. അത് അതേപോലെ തന്നെയുണ്ട് ഈ ഇക്വേഷനിൽ, അത് അതേപോലെ തന്നെയുണ്ട് ഇല്ലേ? ഇനി ബ്രാക്കറ്റിനുള്ളിൽ സി ഒമേഗ സൈൻ ഒമേഗ ടി പ്ലസ് കെ മൈനസ് എം ഒമേഗ സ്ക്വയർ കോസ് ഒമേഗ ടി. അതിലെന്താ മാറ്റം വരിക എന്ന് നോക്ക്. സി ഒമേഗക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറഞ്ഞു, കെ മൈനസ് എം ഒമേഗക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറഞ്ഞു. ആ സബ്സ്റ്റിറ്റ്യൂഷൻസ് ഇട്ട് എങ്ങനെ ഉണ്ടാവും? സി ഒമേഗൻ്റെ സ്ഥാനത്ത് എക്സ് സൈൻ ഫൈവ് വരും, ബ്രാക്കറ്റിൽ ബാക്കിയുള്ളത് സൈൻ ഒമേഗ ടി പ്ലസ് കെ മൈനസ് എം ഒമേഗ സ്ക്വയർ എന്നുള്ള ടേമിൽ എന്ത് വരും? എക്സ് കോസ് ഫൈവ് വരും ഇൻറ്റു കോസ് ഒമേഗ ടി. സൈൻ എ സൈൻ ബി പ്ലസ് കോസ് എ കോസ് ബി ആയില്ലേ? ഹലോ സർ. ഓക്കെ, സൈൻ എ സൈൻ ബി പ്ലസ് കോസ് എ കോസ് ബി എന്ന് പറഞ്ഞാൽ എന്താ വരിക? കോസ് എ മൈനസ് ബി. സോ എക്സ് ടു ഇസ് ഈക്വൽ ടു സ്ക്വയർ ബ്രാക്കറ്റിനുള്ള ക്യാപിറ്റൽ എക്സ് ഞാൻ കോമൺ ആയിട്ട് പുറത്തെടുത്തു. സോ എഫ് നോട്ട് ഇൻറ്റു എക്സ് ഡിവൈഡഡ് ബൈ സി സ്ക്വയർ ഒമേഗ സ്ക്വയർ പ്ലസ് കെ മൈനസ് എം ഒമേഗ സ്ക്വയർ ഹോൾ സ്ക്വയർ മൾട്ടിപ്ലൈഡ് ബൈ കോസ് ഒമേഗ ടി മൈനസ് 5 വരും, കോസ് എ മൈനസ് ബി വരും. വീണ്ടും റീറൈറ്റിംഗ് എക്സ് ക്യാപിറ്റൽ എക്സ് ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇവിടെ ഒരു ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്. സി ഇക്വേഷൻ എ അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. സി ഒമേഗ റൂട്ട് ഓഫ് സി ഒമേഗ സ്ക്വയർ പ്ലസ് കെ മൈനസ് എം ഒമേഗ സ്ക്വയർ ഡിവൈഡഡ് ബൈ താഴെ ഡിനോമിനേറ്ററുള്ള സി സ്ക്വയർ ഒമേഗ സ്ക്വയർ പ്ലസ് കെ മൈനസ് എം ഒമേഗ സ്ക്വയർ ഹോൾ സ്ക്വയർ ആണ്, മൾട്ടിപ്ലൈഡ് ബൈ കോസ് ഒമേഗ ടി മൈനസ് 5. This is just substituting the value of x from equation number A. Okay, so ultimately x2 നമുക്ക് എന്താ കിട്ടിയത്? സി നോക്ക്, ഇനിയിപ്പോൾ ഈ ഇക്വേഷൻ നോക്ക്. എഫ് നോട്ട് ഇൻറ്റു റൂട്ട് ഓഫ് സംതിങ് ഉണ്ട് ഡിവൈഡ് ബൈ സംതിങ് ഉണ്ട്. ആ റൂട്ടിൻ്റെ ഉള്ളിൽ വരുന്ന എന്താണ്? താഴെ ഡിനോമിനേറ്ററുള്ള ടേമിൻ്റെ തന്നെ റൂട്ടല്ലേ അത്? അല്ലേ? അവിടെ അപ്പോൾ ഒരു റൂട്ട് ക്യാൻസൽ ആയി പോകില്ലേ? താഴെയുള്ള ടേമിന് നമുക്ക് 2 റൂട്ടായിട്ട് എഴുതിക്കൂടെ? ഓക്കെ, സോ റിമൈനിങ് എന്ത് വരും? എഫ് നോട്ട് ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് ആ ടേം വരും, മൾട്ടിപ്ലൈഡ് ബൈ കോസ് ഒമേഗ ടി മൈനസ് 5. റിമെമ്പർ വാട്ട് വാസ് x2? x2 was the particular integral part of the solution.
എന്തിൻ്റെ സൊല്യൂഷൻ? ഗവേണിംഗ് ഇക്വേഷൻ ഫോർ ദി ഫോഴ്സ്ഡ് ഡാംഡ് വൈബ്രേഷൻ. അതിൻ്റെ സൊല്യൂഷനിലെ പർട്ടിക്കുലർ ഇൻ്റഗ്രൽ പാർട്ടായിട്ട്. ഞാൻ എന്തുകൊണ്ടാണ് ഇതിങ്ങനെ PPT ആയിട്ട് കാണിക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ, ബോർഡിൽ എഴുതിയിട്ട് ഞാൻ ഇത് ഡിഫൈൻ ചെയ്ത് തന്നാൽ നമുക്ക് ഇന്ന് ഇതിൻ്റെ പകുതി പോലും തീർക്കാൻ പറ്റില്ല. കാരണം ലെങ്തി ഡെറിവേഷനാണ്. സി നൗ ദ കംപ്ലീറ്റ് സൊല്യൂഷൻ ഫോർ ഫോഴ്സ്ഡ് ഡാംഡ് വൈബ്രേഷൻസ് ഡിസ്പ്ലേസ്മെൻറ്റ് ഇക്വേഷൻ. ഡിസ്പ്ലേസ്മെൻറ്റ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഗവേണിംഗ് ഇക്വേഷൻ നമ്മുടെ തുടക്കത്തിൽ എഴുതിയ അതാണ് x = x1 + x2 CF + PI, അതായത് കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ പ്ലസ് പർട്ടിക്കുലർ ഇൻ്റഗ്രൽ. കോംപ്ലിമെൻ്ററി ഫംഗ്ഷനായിട്ട് നമ്മൾ എന്തായാലും എടുത്തത് പ്രീവിയസ് ഫ്രീ ഡാംഡ് കേസിലെ അണ്ടർ ഡാംഡിൻ്റെ ഇക്വേഷൻ. അതെന്തുകൊണ്ടാണ് ഫ്രീ ഡാംഡ് കേസ് എടുക്കാൻ കാരണം? കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എനി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഈക്വൽ ടു 0 എന്ന് പറയുന്ന സാധനം എന്ന ഓക്സിലറി ഇക്വേഷൻ്റെ സൊല്യൂഷനാണ് കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ. So mx double dot plus cx dot plus kx equal to 0 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ദ ഗവേണിംഗ് ഇക്വേഷൻ ഫോർ ഫ്രീ ഡാംഡ് വൈബ്രേഷൻ. അതിൽ അണ്ടർ ഡാംഡിൻ്റെ കേസായിരുന്നു നമ്മൾ ആ കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ്റെ സൊല്യൂഷനായിട്ട് എടുത്തത്. അതാണ് ഈ x = എന്നുള്ള ഫസ്റ്റ് ബ്രാക്കറ്റിലെ ടേം. രണ്ടാമത്തെ എന്താ? x2 എന്താണ്? ദ വാല്യൂ ജസ്റ്റ് വി ഹാഡ് ഫൗണ്ട് ഔട്ട് പർട്ടിക്കുലർ ഇൻ്റർവെലിൻ്റെ. സോ ടോട്ടൽ ഇക്വേഷൻ ഇങ്ങനെ വരും. ടോട്ടൽ ഇക്വേഷനിൽ ടോട്ടൽ സൊല്യൂഷൻ x = ഫസ്റ്റ് ടേം പ്ലസ് സെക്കൻഡ് ടേം. Now see, the effect on displacement due to the complementary function is very less or negligible. വളരെ കുറവായിരിക്കും. കാരണം എന്താ? സി ഓവർ ഡാംഡ്, അണ്ടർ ഡാംഡ്, ക്രിട്ടിക്കൽ ഡാംഡ് 3 കേസ് നമ്മൾ നോക്കി. അതിലൊക്കെ എന്താ സംഭവിക്കുന്നത്? ഡിസ്പ്ലേസ്മെൻറ്റ് വളരെ പെട്ടെന്ന് നിന്ന് പോകുന്നുണ്ട് അല്ലേ? ആ ഗ്രാഫുകൾ ഓർമ്മയില്ല? 3 ഗ്രാഫ് ഞാൻ വരച്ച് കാണിച്ചു തന്നിട്ടില്ലേ? ഓവർ ഡാംഡിൻ്റെ കേസ്, അണ്ടർ ഡാംഡിൻ്റെ കേസിൽ. Yes, sir. So even though displacements are happening there, അതിൻ്റെ എഫക്റ്റ് ടോട്ടൽ ത്രൂ ഔട്ട് ദ വൈബ്രേറ്റിംഗ് പീരീഡ് വളരെ കുറവായിരിക്കും. കാരണം ഡിസ്പ്ലേസ്മെൻറ്റ്സോ അല്ലെങ്കിൽ വൈബ്രേഷൻസ് ആർ ഓൾ ഡൈയിങ് ഔട്ട്, എല്ലാം നിന്ന് പോകുന്നുണ്ട്. സോ ഇഫക്റ്റ് ഓൺ ഡിസ്പ്ലേസ്മെൻറ്റ്, ടോട്ടൽ ബോഡീൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റിനെ ഈ കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ അതിലുണ്ടാക്കുന്ന ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ ചെറുതാണ്, നെഗ്ലിജിബിൾ ആണ്. അതുകൊണ്ട് എന്ത് ചെയ്ത് ഈ x = എന്ന് പറഞ്ഞ സൊല്യൂഷൻ്റെ ഫസ്റ്റ് ടേമിനെ നമ്മൾ അങ്ങ് അവോയ്ഡ് ചെയ്യുന്നു, ജസ്റ്റ് നെഗ്ലക്ട് ചെയ്യുന്നു. കാരണം അതുകൊണ്ടുണ്ടാകുന്ന എഫക്റ്റ് വളരെ കുറവായതുകൊണ്ട്. മേജർ എഫക്റ്റ് ഫുള്ള് F0 എവിടെ നിന്ന് കിട്ടുന്ന ടേമാണ്? എക്സ്റ്റേണൽ ഫോഴ്സ് നിന്ന് കിട്ടുന്ന ടേമാണ്. സോ ഫോഴ്സ്ഡ് ഡാംഡ് വൈബ്രേഷൻ്റെ ഈ പർട്ടിക്കുലർ ഇൻ്റർവെൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് ആണ് കൂടുതൽ. അതുകൊണ്ട് ആ ഫസ്റ്റ് ടേം ഞാൻ നെഗ്ലക്ട് ചെയ്യും. So we are taking into account the effect from particular integral only. ആ എന്താണ് ഞാൻ ഇപ്പം പറഞ്ഞതെന്നുള്ളത് ക്ലിയർ ആണോ? നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞ എന്താണ്? ഓക്കെ. അതുകൊണ്ട് അൾട്ടിമേറ്റ്ലി x = F0 / √c² ω² plus k - m ω² whole square into cos ωt - 5. ഇതാണ് അൾട്ടിമേറ്റ്ലി റെസ്പോൺസ് ആയിട്ട് എഴുതുന്നത്. എന്തിൻ്റെ റെസ്പോൺസ്? റെസ്പോൺസ് ഓഫ് ഫോഴ്സ്ഡ് ഡാംഡ് വൈബ്രേഷൻ. ക്ലിയർ ആണോ? ഈ ഇക്വേഷൻ 1-2 കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് താഴെ എഴുതിയിട്ടുള്ളത്. സി cos ωt - 5 എന്നുള്ളൊരു ടേം ഉണ്ട്. ദാറ്റ് ഈസ് പ്രസൻസ് ഓഫ് എ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ ഈസ് ദർ. ദിസ് സിംപ്ലി ഷോസ് ദാറ്റ് ദിസ് ഈസ് എ പീരിയോഡിക് ഫംഗ്ഷൻ. എപ്പീരിയോഡിക് അല്ല, എ പീരിയോഡിക് ഫംഗ്ഷൻ. ഇതൊരു പീരിയോഡിക് ഫംഗ്ഷനാണ്, അല്ലെങ്കിൽ ഒരു ഓസിലേറ്ററി മോഷൻ ഉണ്ടാക്കുന്ന സാധനമാണ്. ദിസ് ഈസ് ബേസിക്കലി വൈബ്രേഷൻ തന്നെയാണ്. നൗ നോക്ക്, ദ ടേം F0 / √of എന്ന് പറഞ്ഞാൽ ആ ടോട്ടൽ ടേം. ദിസ് ഗിവ്സ് നമ്മൾ ജനറലായിട്ട് നമ്മളൊരു സിമ്പിൾ ഹാർമോണിക് ഇക്വേഷൻ അല്ലെങ്കിൽ ഒരു പീരിയോഡിക് ഇക്വേഷൻ എങ്ങനെ എഴുതല്? x = a cos ωt അല്ലെങ്കിൽ x = b sin ωt, ഇങ്ങനെയല്ല നമ്മൾ എഴുതല്. അതിൽ b എന്ന ടേം ആംപ്ലിറ്റ്യൂഡും sin ωt പീരിയോഡിസിറ്റി കാണിക്കുന്നതാണ്, അല്ലെങ്കിൽ cos ωt പീരിയോഡിസിറ്റി കാണിക്കുന്നത്. സോ ഇവിടെ cos ωt - 5 എന്നത് പീരിയോഡിസിറ്റിയാണ്. ബേസിക്കലി cos of ωt - 5 എന്ന് എഴുതിയാൽ അത് ഫേസ് ഡിഫറൻസ്, ഫേസ് ഡിഫറൻസ് കാണിക്കും. അതൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല വിട്ടെ. സോ ബാക്കിയുള്ള F0 / എന്ന് പറഞ്ഞ ടേം ഈസ് അല്ലെങ്കിൽ ഷോസ് ദ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദാറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ്. ഒരു വൈബ്രേറ്റിംഗ് സിസ്റ്റത്തിൽ അഡീഷണൽ ആയിട്ട് എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുത്തുകൊണ്ടേ ഇരിക്കുമ്പോഴുള്ള മാക്സിമം ആംപ്ലിറ്റ്യൂഡാണ് F0 / എന്നുള്ള ആ ടേം. മനസ്സിലാവുന്നുണ്ടോ? ആ മാക്സിമം ആംപ്ലിറ്റ്യൂഡിനെ എന്താ പറയുക വേരി ചെയ്യല, ആംപ്ലിറ്റ്യൂഡ് ഡിപ്പെൻഡ് ചെയ്യുന്ന ടെർമിനോളജീസ് എന്തൊക്കെയാണ് നോക്ക്. F0 ഉണ്ട്, അതായത് എക്സ്റ്റേണൽ ഫോഴ്സിൻ്റെ ആംപ്ലിറ്റ്യൂഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്.
രണ്ടാമത്തെ സി ഇൻറ്റു ഒമേഗ ഉണ്ട്. എന്താണ്? ഡാമ്പിംഗ് കോൺസ്റ്റന്റ്, നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് വൈബ്രേഷൻ. പിന്നെ കെ ഉണ്ട്, എം ഉണ്ട്. കെ എന്താണ്? അവിടെയുള്ള സ്പ്രിംഗ് സ്റ്റിഫ്നെസ്, എം മാസ്. ഇതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഒരു ഫോഴ്സ്ഡ് വൈബ്രേഷൻ കേസിലെ ആ വൈബ്രേറ്റ് ചെയ്യുന്ന ബോഡീൻ്റെ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് ഉണ്ടാവുക. ഓക്കെ, സോ മാക്സിമം ആംപ്ലിറ്റ്യൂഡ്, അതായത് എക്സ് മാക്സ്, സോറി മാക്സ് ആംപ്ലിറ്റ്യൂഡ് അല്ല, ഈ വൈബ്രേഷൻ്റെ മാക്സിമം വാല്യൂ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എഫ് നോട്ട് ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എന്നുള്ള ടേം മാത്രം. കോസ് ഒമേഗ ടി മൈനസ് 5 ഉണ്ടാവില്ല. കാരണം എന്താ? മാക്സിമം ആംപ്ലിറ്റ്യൂഡ് ഫോർ ഡിസ്പ്ലേസ്മെന്റ് വിൽ ബി ആ കോസ് ഒമേഗ ടി മൈനസ് 5 ഈക്വൽ ടു 1 എന്ന വാല്യൂ വരുമാണ് ഇത് മാക്സിമം ആംപ്ലിറ്റ്യൂഡ് ഉണ്ടാവുക. സോ ദിസ് ഈസ് ദ ടേം, അതായത് കോസ് ഒമേഗ ടി മൈനസ് 5 ഒഴിവാക്കിയിട്ട് ബാക്കി മാത്രം എഴുതിയാൽ ദാറ്റ് ഈസ് ദ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ ഡിസ്പ്ലേസ്മെന്റ് ഫോർ എ ഫോഴ്സ്ഡ് ഡാംഡ് വൈബ്രേഷൻ. ഈസ് ദിസ് ക്ലിയർ? ക്രിസ്റ്റൽ ക്ലിയർ ആണോ ഇത് നിങ്ങൾക്ക്? ഈ എക്സ്പ്ലെയിൻ ചെയ്ത കണ്ടന്റ് ക്ലിയർ ആണോ? സർ സർ Yes, sir. നിങ്ങൾക്ക് അധികം എഴുതിയെടുക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. സാറില്ല, ഞാനിത് എന്തായാലും നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് തരും. പക്ഷേ ഇത് ക്ലിയർ അല്ല, എങ്ങനെ ഇതിലെത്തുന്നില്ല. ഈ ടേം എഴുതിയെടുക്കുക, അതായത് ഈ രണ്ട് കാര്യങ്ങൾ എഴുതിയെടുക്കുക. എക്സ് ഈസ് ഈ ഇക്വേഷൻ എഴുതുക. ഈ ഇക്വേഷൻ ഇപ്പം ഞാൻ സ്ക്രീനിൽ കാണിക്കുന്ന ഈ ഇക്വേഷനില്ല, ആ ഇക്വേഷൻ എഴുതുക. എക്സ് ഈസ് ഈക്വൽ ടു ആ രണ്ട് ടേം എഴുതി വെക്ക്. ഇത് കംപ്ലീറ്റ് സൊല്യൂഷനാണ്. ഫോഴ്സ്ഡ് ഡാംഡ് വൈബ്രേഷൻ്റെ ഗവേണിംഗ് ഇക്വേഷൻ്റെ കംപ്ലീറ്റ് സൊല്യൂഷനായി എഴുതിയത്. കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ പ്ലസ് പർട്ടിക്കുലർ ഇൻ്റഗ്രൽ. ഈ ഇക്വേഷൻ എഴുതിയാ പെട്ടെന്ന് എഴുതും. ഈ ഇക്വേഷൻ എഴുതിയാ? സർ Yes, sir. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിൽ ഫസ്റ്റ് ടേം ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള മാത്രം എഴുതും. എക്സ് ഈസ് ഈക്വൽ ടു അത് മാത്രം എഴുതും. അതെന്തുകൊണ്ടാണ്? ഫസ്റ്റ് ടേമിൻ്റെ എഫക്റ്റ് വളരെ കുറവായിരിക്കും. അതുകൊണ്ട് വി സിംപ്ലി നെഗ്ലക്ട് ദാറ്റ് ടേം. ഇതിൽ മാക്സിമം എക്സ് മാക്സ് എന്ന് പറഞ്ഞാൽ ഇതാണ് വരിക. അതും കൂടി എഴുതി വെക്കും. ഈ പീരീഡ് 12-10 ആണോ 12-20 ആണോ? 12-10. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതും കൂടി തീർക്കാമെന്ന് വെച്ചാൽ രണ്ട് ചെറിയ ഭാഗം ബാക്കിയുണ്ട്. മാഗ്നിഫിക്കേഷൻ ഫാക്ടറും ട്രാൻസ്മിസിബിലിറ്റി റേഷ്യോ, രണ്ട് ഇമ്പോർട്ടൻ്റ് ആണ് ന്യൂമറിക്കലിന്. ഓക്കെ, അത് നെക്സ്റ്റ് ക്ലാസ്സിൽ തീർക്കാം. ഓക്കെ, ഞാൻ അറ്റൻഡൻസ് എടുക്കട്ടെ.